ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ജാഗ്രതാപൂർവ്വം സമീപിക്കണമെന്ന് തൃശൂർ അതിരൂപത. മതന്യൂനപക്ഷങ്ങളും പിന്നാക്ക വിഭാഗവും കടുത്ത അരക്ഷിതാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. ക്രൈസ്തവ വിശ്വാസികൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും അതിരൂപത പ്രസ്താവനയിൽ പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃശൂർ അതിരൂപത ഈ മാസം 25-ന് സമുദായ ജാഗ്രതാ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആസിഫ് മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി. ആസിഫ്, തൃശൂരിലെ അതിരൂപത മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വംശീയമായ ആക്രമണങ്ങളെക്കുറിച്ച് സംസാരിക്കുക ഈ നിമിഷം എന്ന് പറഞ്ഞാൽ അതിന് പലതരത്തിലുള്ള പ്രാധാന്യമുണ്ട്. എന്താണ് അവരുടെ പ്രസ്താവനയിൽ പറയുന്നത്? നിഷാദ്, ഇതൊരു വൈദികർക്കും അതുപോലെ തന്നെ വിശ്വാസികൾക്കും വേണ്ടി അതിരൂപത ഔദ്യോഗികമായി ഇറക്കിയ സർക്കുലറാണ്. ആ സർക്കുലർ തുടങ്ങുന്നത് തന്നെ നമ്മുടെ രാജ്യം ഒരു ദേശീയ പൊതുതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. രാജ്യത്തെ രാഷ്ട്രീയ, സാമൂഹിക, സമകാലിക പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ഏറെ പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു സർക്കുലർ തുടങ്ങുന്നത്. അതിന് പിന്നാലെയാണ് ഈ ഒരു രാജ്യത്തെ സ്ഥിതിഗതികൾ വിവരിച്ചുകൊണ്ട് തന്നെ അതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ദേശീയ തെരഞ്ഞെടുപ്പിനെ ജാഗ്രതാപൂർവ്വം സമീപിക്കേണ്ടതുണ്ട്. മതന്യൂനപക്ഷങ്ങളും പിന്നോക്ക വിഭാഗങ്ങളും അടക്കം കടുത്ത അരക്ഷിതാവസ്ഥയാണ് രാജ്യത്ത് നേരിടുന്നത്. ക്രൈസ്തവ വിശ്വാസികൾക്കും സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രീണന രാഷ്ട്രീയ തന്ത്രങ്ങളുടെ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുകയാണ് എന്നുള്ള ഒരു കാര്യവും ഈ ഒരു സർക്കുലറിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഇതുമായി ബന്ധപ്പെട്ട് വിമർശനം ഈ ഒരു സർക്കുലറിലുണ്ട്. അതായത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെയും പ്രസിദ്ധീകരിക്കാത്തതിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. എന്നാലും അതോടൊപ്പം ഈ ഒരു രാജ്യത്തെ സമകാലിക രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിലേറെ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് ചേരാനും അല്ലെങ്കിൽ ഒരു ജാഗ്രതാ സമ്മേളനം ചേരാനും ഈ സഭാ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. സമുദായ ജാഗ്രതാ സമ്മേളനം എന്നാണ് ഈ ഒരു സമ്മേളനത്തിന് വിളിപ്പേര് നൽകിയിരിക്കുന്നത്. ഈ മാസം 25-ന് തൃശ്ശൂരിലാണ് ഈ ഒരു സമ്മേളനം ചേരുക. ഈ സമ്മേളനത്തിലേക്ക് വൈദികർക്കും അതോടൊപ്പം തന്നെ ഈ വിശ്വാസികളുടെ പ്രതിനിധികളും അടക്കമുള്ളവർ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ഈ ഒരു ഇടവക തലത്തിൽ ഈ ഒരു സഭയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു സമ്മേളനം നടത്താനും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സഭയുടെ നിലപാട് വ്യക്തമാക്കുകയും ഏത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയും ചെയ്യാൻ ലക്ഷ്യമിട്ട് തന്നെയാണ് ഈ ഒരു സമ്മേളനം ചേരുന്നതെന്നാണ് നമുക്കിപ്പോൾ കഴിയുന്നത്.